ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വർ. ഇന്ന് നമ്മുടെ കിച്ചണിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി കൊണ്ടാണ് വന്നേക്കുന്നത്. ഈ ഒരു ഈവനിങ് സ്നാക്സ് നമ്മൾ ചൗവരി, നമ്മുടെ സാബുദാന ഇല്ലേ, അത് വെച്ചാണ് നമ്മൾ തയ്യാറാക്കുന്നത്. പുറമിൽ നിന്ന് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഈവനിങ് സ്നാക്സ് വളരെ രുചികരമായ ഒരു വിഭവമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് വേഗം നോക്കിയാലോ. അപ്പം നമ്മുടെ ഈ ഒരു ഈവനിങ് സ്നാക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലോട്ട് നമുക്ക് 1 കപ്പ് ചൗവരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ചൗവരി നമുക്ക് ഈ ഒരു ബൗളിലോട്ട് ആഡ് ചെയ്യാം. ചൗവരി ബൗളിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം ആവശ്യമനുസരിച്ച് വെള്ളം ഒഴിച്ച് ഒരു 2-3 തവണ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചൗവരി നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ആവശ്യമനുസരിച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഒരു 3 to 4 hours നമുക്ക് റെസ്റ്റിന് വെക്കാം. അപ്പം നമ്മുടെ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ, വെള്ളമെല്ലാം വലിഞ്ഞ് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മുടെ ചൗവരി നന്നായിട്ടൊന്ന് കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. അതിന് ശേഷം ഒരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലോട്ട് ഒരു 1/4 കപ്പ് നമ്മുടെ റോസ്റ്റഡ് പീനട്ട്സ് ആണ്, നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കടലയാണ്. ഇത് നമുക്ക് മിക്സി ജാറിലോട്ട് ആക്കിയതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്ത് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ക്രഷ് ചെയ്ത് ഈ ഒരു നമ്മുടെ പീനട്ട്സ് നമ്മുടെ ഈ ഒരു ബൗളിലോട്ട് ചൗവരിയുടെ കൂടെ തന്നെ നമുക്ക് ഒന്ന് ആഡ് ചെയ്തെടുക്കാം. അപ്പോൾ ചൗവരിയുടെ പാത്രം ഇച്ചിരി ചെറുതായതുകൊണ്ട് ഞാൻ എന്തോ ചെയ്തു, ഒരു വലിയ പാത്രം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഞാൻ ചൗവരി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പീനട്ട്സ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്തെടുക്കാം. പീനട്ട്സ് ആഡ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു മീഡിയം സൈസ് ഒരു സവോള ഞാൻ തീരെ നൈസായിട്ട് ഞുറുക്കി വെച്ചിട്ടുണ്ട്, അതുകൂടെ ആഡ് ചെയ്യാം. അതിലോട്ട് നമുക്കൊരു ചെറിയ പീസസ് ഓഫ് നമ്മുടെ ഇഞ്ചിയും കൂടെ ഞുറുക്കി വെച്ചിട്ടുണ്ട്, അതുകൂടെ ആഡ് ചെയ്യാം. അതിനുശേഷം ഒരു 2 പച്ചമുളകും കൂടി എരിവ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ആഡ് ചെയ്യാം. പച്ചമുളകും കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം. ഞാൻ പറഞ്ഞോളെ എരിവ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച്. ഇനി ഒരു ചെറിയ പീസസ് ഓഫ് നമ്മുടെ നാരങ്ങയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുക്കാം. അതായത് ഒരു 1/2 ടീസ്പൂണ് നാരങ്ങ നീര് ഇതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ഒരു 1/2 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കൈ കൊണ്ട് നന്നായിട്ടൊന്ന്, നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ചൗവരി നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ചൗവരിയുടെ വെള്ളവും സവോളയുടെ വെള്ളവും കൂടെ എല്ലാം നീരിറങ്ങി വരുമ്പോഴത്തേക്കിന് നമ്മുടെ നന്നായിട്ടൊരു ബൈൻഡിങ് ആയി കിട്ടും. നന്നായിട്ടൊന്ന് കൈ കൊണ്ട് സ്മാഷ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നോക്കിക്കോളൂ, നല്ല ബൈൻഡിങ് നമ്മൾ ഇതുപോലെ ഒന്ന് ബോൾ ഉരുട്ടുമ്പോൾ നല്ല ബൈൻഡിങ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ബോളാക്കി എടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് വേണ്ടത് ആ ഒരു ഷേപ്പിൽ നമുക്ക് ഷേപ്പാക്കി എടുക്കാം കേട്ടോ. ബൈൻഡിങ് ആവുന്നില്ലെങ്കിൽ ഒരു കുറച്ച് വെള്ളം ഒന്ന് തൂകിയെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പോ അല്ലെങ്കിൽ ഒരു ഓവലിൻ്റെ ഷേപ്പോ ഏത് ഷേപ്പാണ് നിങ്ങൾക്ക് താല്പര്യം ആ ഷേപ്പിൽ നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ബോൾസ് ആക്കി ഉരുട്ടി ഇതുപോലെ ഒന്ന് എല്ലാം ഒന്ന് ആക്കിയെടുക്കാവേ. നമ്മുടെ ബോൾസ് എല്ലാം ഇവിടെ റെഡിയാണ്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി എടുത്തിട്ടുണ്ട്. ആവശ്യമനുസരിച്ച് ഓയിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഓയിൽ ഏകദേശം നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിം വെച്ചിട്ട് നമുക്ക് ഓരോ ബോൾസ് ആക്കിയിട്ട് ഇതിലോട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിം വെച്ചിട്ട് വേണം നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിം വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലൊന്ന് വേഗം കുറവുള്ള ചാൻസസ് ഉണ്ട്. സോ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിം വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഗോൾഡൻ കളർ ആവുന്നിടം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സ്പൂൺ വെച്ചോ സ്പാച്ചിൽ വെച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് തെള്ളിക്കൊടുക്കാം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മേൽഭാഗം ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതിന് ശേഷം നമുക്ക് തിരിച്ചും മറിച്ചും നന്നായിട്ടൊന്ന് ഡീപ്പ് റോസ്റ്റ്, അതായത് ഗോൾഡൻ കളർ ആവുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സാബുദാന ബോൾസ് ഇവിടെ നന്നായിട്ടൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം എടുത്ത് നമ്മുടെ പ്ലേറ്റിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം കേട്ടോ. ബോൾസ് എല്ലാം ഒരു പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ബാക്കിയുള്ള ബാച്ചും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു നമ്മുടെ സാബുദാന ബോൾസ് ഇവിടെ റെഡിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈ ഒരു സാബുദാന ബോൾസ് നമുക്ക് ടൊമാറ്റോ ചട്നിയുടെ ഒപ്പവും നമ്മുടെ കെച്ചപ്പിൻ്റെ ഒപ്പം ഒക്കെ കഴിക്കാം കേട്ടോ. വളരെ ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുട്ടികളൊക്കെ സ്കൂളിലിട്ട് വരുമ്പോഴും ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്സാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും.
അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.